ഞാനിവിടെ വന്നിരുന്നു കേട്ടോ. എൻ്റെ കൂടെ വേറൊരാളും കൂടി വന്നിരുന്നുണ്ട്. കണ്ടോ ഇങ്കോ? എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേക്ക് കേട്ടോ. ഹായ്. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. യൂട്യൂബ് ചാനലിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് കേട്ടോ. ഞാൻ 2019 എനിക്കൊരു ചാനലുണ്ടായിരുന്നു. അതൊരു കാരണവശാൽ അത് ബ്രേക്കായി. അതിൻ്റെ യൂട്യൂബ് ഇമെയിൽ ID കട്ടാക്കി കളഞ്ഞു. അതിനുശേഷം 2021 ഞാൻ എൻ്റെ ഫോറാതെ ഡ്രീം റൈഡർ, ഒരു ഇമോജി, പിന്നെ ഒരു ഓൾറൗണ്ടർ എന്നൊരു ഇതിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നത്. ഈ ചാനൽ തുടങ്ങി അത്യാവശ്യം വീഡിയോസ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ പരമായിട്ടുള്ള വീഡിയോസാണ്. മെക്കാനിക്കിലേക്ക് വരാനുള്ളൊരു കാരണം, ഞാനൊരു വണ്ടി എടുത്തു, പുതിയൊരു വണ്ടി എടുത്തു. എനിക്ക് ഷോറൂമിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് ലഭിച്ചില്ല. 25,000 രൂപ പോയി കിട്ടി. വീട്ടിൽ വന്ന് ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ 25,000 രൂപയുടെ ചിലവ് വന്നു. അപ്പം അതുകൊണ്ട് നമുക്കെന്താ, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുമ്പോൾ നമുക്കെന്താ പേടിക്കാൻ. അങ്ങനെ ഞാൻ വീട്ടിൽ കിടന്നൊരു CT100 നിന്നാണ് മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഓരോ വണ്ടികൾ പണിയെടുത്ത് പണി പഠിച്ചു. ഡൗട്ട്സ് ഉള്ളത് ഞാൻ ചോദിക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഫ്രണ്ട്സിന് ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ എന്നോട് എപ്പോഴും പറഞ്ഞു തരും, ഇതാണ് കംപ്ലയിൻറ്റ്, ഒന്ന് ചെക്ക് ചെയ്യൂ, ഇതൊന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറയാം. അങ്ങനെ ചെക്ക് ചെയ്താണ് പിന്നെ കുറേയൊക്കെ പണികളൊക്കെ പഠിച്ചത്. പിന്നെ ഈ വണ്ടിപ്പണി എടുത്തിട്ട് പറ്റിച്ചിട്ട് പോയവരുമുണ്ട്. പണി കിട്ടിയിട്ടുണ്ട്. ഒരു CDM യൂണിറ്റ് അടിച്ചു പോയ കേസൊക്കെ എൻ്റെ ഉണ്ട്. ഞാൻ പുതിയത് വാങ്ങിക്കൊടുത്തു. പുള്ളി ഹാപ്പിയാണ്, കസ്റ്റമർ ഹാപ്പി ആയിട്ട് പോയി. വണ്ടി പക്കയായിട്ട് പണിയിപ്പിച്ച് കൊടുത്തിട്ട് പൈസ തരാതെ എസ്കേപ്പ് ആയവരുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഷൈജു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ തോന്നുന്നൊരു മനുഷ്യനാണ് ഷൈജു എന്ന് പറഞ്ഞൊരു വ്യക്തി. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ആ വണ്ടി പണിയിപ്പിച്ചത്, R15 V3. പക്ഷേ ആൾ ഇന്നേ വരെ ഒരു പൈസ തന്നിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മുടക്കി വണ്ടിയൊക്കെ പണിയിപ്പിച്ച് കൊടുത്തിട്ടും ആൾ പൈസ തന്നില്ല, പറ്റിച്ചിട്ട് പോയി. ചോദിച്ചപ്പോൾ പറയുകയാണ്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു നാണവും മാനവും ഇല്ലാന്ന് പുള്ളിയുടെ ഭാഗം തന്നെ പറഞ്ഞു. പിന്നെ വേറൊരു ഡിയോ എൻ്റെ ഫ്രണ്ടിനെയാണ് ഞാൻ പണിയിപ്പിച്ചു. പിന്നെ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ വീഡിയോസൊക്കെ നഷ്ടമായി. അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് വെച്ച് നീ വണ്ടി പണിയിപ്പിച്ചോ. അപ്പോൾ ആൾക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി പൈസയൊക്കെ തന്നു. ഇനി കുറച്ച് പൈസ എന്തോ തരാനുണ്ട്, അത് തരും. വെബ്സൈറ്റ് നമ്മൾ സ്വന്തം എടുത്ത വണ്ടിയാണ്, സ്വന്തമായിട്ട് എടുത്ത വണ്ടി. അത് ഫുൾ റെസ്റ്റോറേഷൻ നമ്മൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് ഹെഡിൻ്റെ പണിക്ക് കൊടുത്തു. കാരണം ഹെഡ് ബോറിയിലൊന്നും നമുക്ക് നടക്കില്ല, കാരണം മെഷീനറീസ് ഇല്ലാത്തതുകൊണ്ട്. അത് നടക്കാത്തതുകൊണ്ട് ഞാനൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ആൾ ബോറൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് ഇട്ട് തന്നു. 11,000 രൂപ വാങ്ങി. പക്ഷേ എന്താണെന്നറിയോ, വണ്ടി രണ്ടാമത്തെ ദിവസം ഹെഡിൽ കൂടി ലീക്കായി പൊട്ടി. വണ്ടി അവിടെ നിന്ന് പോയി. ഞാൻ ആ സുഹൃത്തിനെ വിളിച്ചപ്പോൾ പറയാം, നീ വണ്ടി ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് വാ, നമുക്ക് കൊണ്ടുപോയി നോക്കാമെന്ന്. എന്താ ഉത്തരവാദിത്വം നോക്കണേ. അതിനുശേഷം ഞാനും ആതിരയും കൂടി രാത്രിക്കിരുന്ന് അഴിച്ച് പിറ്റേ ദിവസം കൊണ്ടുപോയി ബോർ ചെയ്ത് ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് പുതിയ ഹെഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ട്, ഗിയർ ഷിഫ്റ്റിംഗ് അതും ഓപ്പോസിറ്റാക്കി തന്നു വിട്ടു. അതും ഞാൻ ആതിരി രാത്രിക്ക് ഇങ്ങനെ ഇരുന്ന് അഴിച്ച് പോകണമെന്നാണ്. ഞാൻ യൂട്യൂബ് ചാനലിൽ വെബ്സൈറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ വണ്ടി പണിയിപ്പിച്ച് കൊടുക്കുമ്പോൾ വേറൊരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ പ്രോപ്പറായിട്ടുള്ള സത്യസന്ധമായ രീതിയിൽ നമ്മൾ പണിയിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾ പൈസ വാങ്ങിക്കോ, ഹൈ ലെവലിലുള്ള പൈസ വാങ്ങിക്കോ, പക്ഷെ വണ്ടി പക്കയായിരിക്കണം പണി. അതൊരു എക്സ്പീരിയൻസ്. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, ഞാൻ ഓരോ സ്ഥലത്ത് പണിക്ക് പോകുമ്പോഴും എനിക്ക് മാത്രമേ എല്ലാം അറിയാവൂ എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. പക്ഷേ ഓരോ സ്ഥലത്തും പണിക്ക് പോകുമ്പോൾ എനിക്ക് അറിയാമെങ്കിലും ഞാൻ പറയും, ചേട്ടാ ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ അറിവും കൂടി എനിക്ക് ലഭിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ചില കാര്യങ്ങൾ പുള്ളിക്കും ലഭിക്കും. അങ്ങനെ ഒരു ഒരു മൈൻഡ് എനിക്ക് കിട്ടി. പിന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഞാൻ KSEBയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ പോസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് പിക്കപ്പിൽ. അവർ ഒരു ഭയങ്കര എനിക്ക് ചീപ്പായിട്ട് തോന്നിയൊരു കമ്പനിയാണ് ആവ്യമരിയ, കോട്ടയം കറുകച്ചാൽ. അവിടെയാണ് അവരുടെ കമ്പനി. വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമാണ്. കാരണം ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത്, എൻ്റെ കൂടെ പോയ പയ്യന്മാർക്കായിക്കോട്ടെ. അപ്പോൾ അതൊരു ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ഒരു കാര്യത്തിൽ. കാരണം എന്നെ വിശ്വസിച്ച് വന്ന പണിക്കാർ ലാസ്റ്റ് ഞാൻ കാരണം അവർക്ക് പൈസ കിട്ടാണ്ട് എന്താ പറയുക, അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവരങ്ങ് പോയി. പക്ഷേ ഇവിടെ അട്ടപ്പാടി മേഖലയിൽ എന്താ പറയുക, ഞാനാണല്ലോ ഒരു അട്ടപ്പാടിക്കാരൻ അതിൽ ഇവിടെ നിന്നത്. അവരുടെ ജോലി കഴിഞ്ഞ് അവർ പോയി. പക്ഷേ ഇവിടെ കുറേ പേരെ പൈസ കൊടുക്കാണ്ടും
മറ്റുള്ള കാര്യങ്ങൾക്ക് അവർ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവരങ്ങ് പോയി. അതുകൊണ്ട് ഞാനിവിടെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് അവരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ പണിയുന്ന പണി സൈറ്റ് വളരെ അടിപൊളിയാണ്. എന്ത് രസമാണെന്നറിയാം. അവിടുത്തെ പണിക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓണറായിക്കോട്ടെ നല്ല രസമാണ്. ഇപ്പം പണിയെടുക്കുന്ന സ്ഥലത്ത് നല്ല രസമാണ് പണിയെടുക്കാനായിക്കോട്ടെ എന്തിനും. അങ്ങനെ ഇതൊരു സന്തോഷകരമായ ഇതാണ്. എൻ്റെ അമ്മ ക്യാമറയുടെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ അപ്പനൊക്കെ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരാനും സംസാരിക്കാനും ഇപ്പം ഞാനും ആതിരയും അങ്ങോട്ടേലൊക്കെ പോവാണ്. ശിവരാത്രിക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ശിവരാത്രിക്ക് പോയത്. പിന്നെ ആതിര ആശുപത്രി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന വാടക വീട്ടിലേക്ക് വന്ന ഇവിടെയൊക്കെ കാര്യങ്ങൾ നോക്കാനും എല്ലാത്തിനും കുടുംബം അടിപൊളിയായിട്ട് അവർ മാറി. അവരൊരു പഴയകാല ചിന്താഗതിയായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ ഫുൾ വൈബാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒന്ന് അപ്പൻ, ഒന്ന് എൻ്റെ വൈഫ്. അപ്പനും വൈഫാണ് ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാത്തിനും കൂടെ നിൽക്കാനുള്ള ചങ്ക് ഇവരാണ്. ഞാനൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ മാരേജ് നടക്കണേ. ഞാൻ വൈഫിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൈഫ് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. വൈഫിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വളരെ സന്തോഷകരമായ ജീവിതം. അങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. പിന്നെ യൂട്യൂബ് ചാനൽ വൈറലാവുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ ഇടുന്നു, എൻ്റെ ഡെയിലി വ്ളോഗ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടുന്നു. ഇങ്ങനെയിപ്പോൾ അടിപൊളി ഒരു ലൈഫ് പോകുന്നു. പിന്നെ റീസെൻ്റ്ലി നമ്മളൊരു കാറൊക്കെ എടുത്തായിരുന്നു. കാറും പിന്നെ ഇപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു ഇത് മാറി, ഒരു കാറെടുത്തു. പിന്നെ ഒരു ബൈക്ക്, 2 ബൈക്ക് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ ഇപ്പം ഇരിക്കുന്ന വീടിൻ്റെ അവിടെ 2 ബൈക്ക്, ഒരു കാറ് നിൽപ്പുണ്ട്. പിന്നെ അവിടുത്തെ വീട്ടിൽ ഒരു ബൈക്ക് നിൽപ്പുണ്ട്. അപ്പോൾ വണ്ടികളെക്കുറിച്ച് വണ്ടിപ്രാന്തെന്നൊന്നും പറയാം. പണ്ട് വണ്ടികളോട് ഭയങ്കര ക്രൈസായിരുന്നു. അന്ന് നമ്മൾ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടയ്ക്ക കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ കിട്ടുമായിരുന്നു. പക്ഷേ ഒരു കാരണവശാൽ അതൊക്കെ കയ്യിൽ നിന്ന് പോയി. നമ്മളിപ്പോൾ ഒന്നിന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷകരമായ ലൈഫാണ് ഞങ്ങളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ആയിക്കോട്ടെ, അപ്പൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചേട്ടൻ്റെ ആയിക്കോട്ടെ, വളരെ രസകരമായ ലൈഫാണ് ഞങ്ങളുടെ. അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ ഫ്ലോറ ദ ഡ്രീം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എന്താ പറയുക, എല്ലാവർക്കും സ്വാഗതം. വന്നോളുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടിക്കോ. ഓക്കെ, ഡൺ.